ഗുഡ് മോർണിംഗ്. രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് രാജസ്ഥാൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് വരും. अभी मैम करनी माता टेम्पल. हाँ 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 नहीं मैं अभी मैं पंजाब में चलेगा. पंजाब जाएगा. हाँ हो गया ഓക്കെ താങ്ക് യു. ഞാനന്നലെ താമസിച്ച ഹോട്ടലാണ്. ഇന്നിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കർണിമാത ടെമ്പിൾ എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിലേക്കാണ്. അതായത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി റാറ്റ് ടെമ്പിൾ അല്ലേ, എലികളുടെ ക്ഷേത്രം എന്ന് പറയുന്ന റാറ്റ് ടെമ്പിളിലാണ്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടേക്ക് നമ്മുടെ ഇൻഡിക്കേറ്ററിനോ ഒടിഞ്ഞ് തൂങ്ങിപ്പോയി. ഇൻഡിക്കേറ്ററൊന്നുമില്ല. നേരെയാണോ? രാവിലെ ഈ നഗരത്തിലെ വേസ്റ്റ് മൊത്തം ഈ വഴി കൂടെ ഒക്കെ കൊണ്ട് ഇട്ടേക്കുക. ഗുഡ് മോർണിംഗ്. जूस अभी नहीं अभी है. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും ലേറ്റായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനൊന്നുമില്ല. ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം. मैं केरला है. गाड़ी में हाँ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വിത്തൗട്ട് ഷുഗർ, ഷുഗർലെസ്, നോ ഷുഗർ. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല അതിനകത്ത് മാത്രം കേട്ടോ. ഉപ്പിട്ടു. ഒരു പ്രത്യേക ടേസ്റ്റ്. ഇവിടെ എനിക്ക് തോന്നുന്നു ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നുന്നു. ഈ ഇൻട്രസ്റ്റേറ്റ് ഓടുന്ന ബസ്സുകളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ലോക്കൽ ബസ്സുകളൊക്കെ വളരെ കുറവാണല്ലോ ഇവിടെ. ഞാൻ കണ്ടിട്ടില്ല ഒന്നും. ഇവിടെ ഫുള്ള് റിക്ഷകൾ, ബൈക്കാണ് ഇവിടെ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ് ബൈക്ക്. അതൊരു ആചാരമാണെന്ന് തോന്നുന്നല്ലേ. എന്താചാരമാണത്? കാറിൻ്റെ ഡിക്കിയിൽ ഒരു പ്രതിഷ്ഠ വെച്ചു. ആ പ്രതിഷ്ഠയുടെ പുറകോട്ട് നീളത്തിലൊരു ചവിട്ടിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു മാറ്റിട്ടു. ആ മാറ്റേ കൂടെ ആൾക്കാർ കൈമുട്ടും കാൽമുട്ടും കൊണ്ട് ഇഴഞ്ഞഴഞ്ഞ് വന്ന് തൊഴുക. ഒരു ആധാരമായിരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തോട്ട് എത്തിയിട്ടുണ്ട്. കരണി മാതാ ടെമ്പിൾ അല്ലേ, ഇതാണ് അത്. ഞാനുള്ളത് ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രം എന്ന് പറയാൻ പറ്റും. റാറ്റ് ടെമ്പിൾ എന്നാണ് പറയുക. എലികളുടെ ക്ഷേത്രം. ഏകദേശം ഒരു 25,000-ഓളം എലികൾ ഉള്ള ഒരു ക്ഷേത്രം. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഏക ഒരു ക്ഷേത്രമാണ്. ഇത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്, ബിക്കനൂർ ജില്ലയിൽ നിൽക്കുന്നത്. അപ്പം നമ്മൾ നിൽക്കുമ്പോഴും നമ്മുടെ ചുറ്റും എലികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകും. പിന്നെ ഇതിനകത്ത് ഇവർ വിശ്വസിക്കുന്ന വേറൊരു കാര്യം, വെള്ള എലികളെ കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്നവരുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നൊക്കെയാണ് പറയുന്നത്. എനിവേ അതൊക്കെ ഇതിൻ്റെ പുറകിലുള്ളൊരു ഐതിഹ്യമാണ്. ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു 14-ാം നൂറ്റാണ്ടിൽ
ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു കർണി മാത. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരു ബാലൻ മരിച്ചുപോയി. അപ്പോൾ അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഇവർ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പം അതിനെ തിരിച്ച് വീണ്ടും രണ്ടാമത് എലിയായിട്ട് ജനിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഇവരെന്ത് ചെയ്തു, അവരുടെ കുടുംബത്തിലെല്ലാവരും എലിയായിട്ട് പുനരവതരിച്ചു. അതാണ് ഇതിലുള്ള ഒരു ഐതിഹ്യം. കേരളത്തെ വ്യത്യസ്തമായിട്ടുള്ള ആചാരമല്ലേ, ഓരോ വിശ്വാസങ്ങൾ. സമയത്രയായി 9:45 ഇപ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് പഞ്ചാബിലേക്കാണ്. ഇന്ന് നമ്മൾ രാജസ്ഥാൻ എക്സിറ്റ് ആവും. ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും കൂടെ ബോർഡർ കിടക്കാനായിട്ട് ഏകദേശം ഒരു 300 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ എന്തൊരു കളറാണല്ലേ, റെഡെന്ന് പറഞ്ഞാൽ നല്ല കടും ചുമപ്പ്. ഇവിടെ കുറച്ച് ബസ്സുകളൊക്കെ കാണാതെ. ഇതായിരിക്കും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്. പഞ്ചാബിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന അരികളായിരിക്കും അതിൽ അല്ലേ. ഇത് കുറേ നീളത്തിലാണ് കിടക്കുന്നത്. ഈ അരിയാണ് ഇത് മുക്കും. എനിക്ക് തോന്നുന്നു അരിയോ ഗോതമ്പോ അങ്ങനെന്തോ ധാന്യങ്ങളാണ് കൂടുതലും. ഇത് കിലോമീറ്ററുകൾ നീളത്തിൽ ഇങ്ങനെ കിടക്കുവാണ് ട്രക്കുകൾ. ഇവിടെ ഉണ്ടാവുമോ കഴിക്കാൻ? ഖാനാമിലാക ഇത് ഇതരിത് 2 കിലോമീറ്റർ. ഇവിടെ കൂടുതൽ ലൈറ്റ് ഫുഡുകളാണല്ലോ, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനത്തെയൊക്കെ ഉള്ളു. ഞാൻ ഏകദേശം ഒരു 25-30 കിലോമീറ്ററോ മറ്റോ ഞാൻ ഈ ഹൈവേ കൂടെ വന്നു. ഹോട്ടലുകളൊക്കെ വളരെ കുറവാണ് ഈ സൈഡിലൊക്കെ. എന്ത് കാണിച്ചാണ് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കയ്യും കയ്യൊക്കെ വിറയ്ക്കുന്നു. വിജനതയാണ് ഇവിടെ മെയിൻ. റൊട്ടിയും കറികളുടെ പേരെടുത്തില്ല. ഇത് തൈരാണെന്നറിയാം. ഇത് വേറെന്ത് പച്ചക്കറി. ഇതിനെ കുറച്ച് സ്ലൈസ് ചെയ്ത ഉരിയനും. നമ്മുടെ ചാർലി പുറത്തിരിപ്പുണ്ട്. लो मैं बनाता हूँ आपका तंबाकू तंबाकू ഓക്കെ, ചൂട് വളരെ ശക്തമായി തുടങ്ങി. ഇവിടുന്ന് കാർഷിക ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഒട്ടകങ്ങളുടെ പുറത്ത് ഒട്ടകങ്ങളെ വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴാണ് കുറച്ച് തണൽ കിട്ടിയത്. ഈ മരങ്ങളിങ്ങനെ ശരിക്കും ഈ റോഡിനൊരു ഷെയ്ഡായിട്ട് നിൽക്കുകയാണ്.
കൃഷികളുണ്ട്. ഇവിടെ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ട്. രാജസ്ഥാനിലെ ലാസ്റ്റ് ചായയാണിത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാൻ്റെ സൈഡിലാണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പഞ്ചാബായി. ഏക്കെ आलू वाला कुलचा। आलू वाला कुंजा। हाँ सर, हमारा नंबर ले लेना, आपको केरला से वीडियो कॉल किया करेंगे हम तो। हमारा फ्रेंड रहता है उधर, वो टायर कंपनी में लगा हुआ केरला का, यहाँ का रहने वाला। केरला के नहीं, रहने वाला यहाँ का, केरला में जॉब करता है टायर कंपनी में। तो बताया कंपनी कौन सा है वो? हाँ टेकन। हाँ, उधर में काम करता है इधर। अभी यहाँ आया हुआ छुट्टी पे वो। पंजाब पंजाब आप कहाँ से? केरला केरला। हाँ हाँ ए पंजाब पंजाब വെൽക്കം ടു പഞ്ചാബ്. നമ്മളിപ്പോൾ പഞ്ചാബിലാണുള്ളത്. പഞ്ചാബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ഇവിടെ. അതായത് നമ്മൾ പഞ്ചാബിൻ്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അറിയാം, രാജസ്ഥാനൊക്കെ ഒരു മരുഭൂമിയോടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ പഞ്ചാബ് നോക്കുമ്പോൾ മൊത്തം പച്ച കളറിലാണ് മാപ്പിലൊക്കെ നോക്കുമ്പോൾ. അതായത് ഏറ്റവും കൂടുതൽ കൃഷിയെ ആശ്രയിച്ച് ആണ് ഇവിടുത്തെ ഒരു സമ്പദ്ഘടന. അപ്പോൾ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് പഞ്ചാബ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് സിഖുകാരാണ്. തലയിൽ കെട്ടൊക്കെ കേട്ടിട്ടുള്ള സിഖ് ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. चालनी नहीं चाहिए। मैग्नेट है, मैग्नेट अंदर अंदर। अच्छा, इसमें ये पकड़ लेता है, इसे पड़ता नहीं है। थैंक यू. बतिंडा कितना दूर? बतिंडा होगा यहाँ से 50 किलोमीटर. 120 मीन्स 40 50 120 170. ഓക്കെ 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 ഓക്കെ. ഇതാണ് പഞ്ചാബിൻ്റെയും രാജസ്ഥാൻ്റെയും കൂടെ അതിർത്തി പ്രദേശത്ത് പഞ്ചാബീസിൻ്റെ സെറ്റിൽമെൻറ്റ്. ഒരു കോളനി പോലാണ് ഇവിടുത്തെ താമസങ്ങളൊക്കെ. എല്ലാം വളരെ അടുത്തടുത്തുള്ള കെട്ടിടങ്ങളാണ്. നമ്മൾ പഞ്ചാബിലോട്ട് കയറിയ ആദ്യത്തെ ടൗണാണിത്. ഇതിൻ്റെ പേരെന്തോന്നാ, എല്ലായിടത്തും പഞ്ചാബിൽ എഴുതിയിരിക്കുന്നു. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ 5 നദികളുടെ നാടെന്നാണ് പറയുന്നത് അല്ലേ. 5 പ്രധാനപ്പെട്ട നദികളാണ് പഞ്ചാബിലൂടെ ഒഴുകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന്
യാതൊരു പഞ്ഞമില്ലാത്ത നാടാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി കുറച്ചും കൂടി വിപുലീകരിച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു PB സ്റ്റൈലിലുള്ള ബസ്സായിരിക്കാം. ഇതിന് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. മുമ്പിന് മാത്രമേ നമ്പർ പ്ലേറ്റ് ഉള്ളൂ. മരങ്ങളിങ്ങനെ ചോല കയറി റോഡിലോട്ട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ നടുക്കോടെ പോകുന്ന വഴികൾ. എനിക്ക് പഞ്ചാബിൽ കയറിയിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ഏറ്റവും കൂടുതൽ പച്ചപ്പാണ്. രാജസ്ഥാനിൽ മരുഭൂമിയാണെങ്കിൽ പഞ്ചാബിൽ ഇത്രയും പച്ചപ്പാണ്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. കൃഷിയിടങ്ങൾ വളരെ ഒരു ഹരിതം നിറഞ്ഞ അല്ലെങ്കിൽ ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് പഞ്ചാബ് കൂടുതൽ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ കൃഷിസ്ഥലങ്ങളാണ്. ഇതേപോലെ ഈ റോഡിൻ്റെ രണ്ട് വശവും ഈ മരങ്ങൾ കയറി മൂടി നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ച് വരുന്നു. ഇതൊക്കെ എനിക്ക് ഒന്ന് വെണ്ടയ്ക്കയോ അങ്ങനെ എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ ഇത്. ഉണ്ട് വെള്ളം പോകാനും ഉണ്ട്. ഈ ലിഡ് അടച്ചു വെച്ചേക്കുവാണ്. അവിടെ ഒരു ലിഡുണ്ട്, അത് തുറന്ന് വെച്ചിരിക്കുക. വെള്ളം തുറന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് വെള്ളം പോകും. ഇവിടെ വെള്ളം വേണ്ട, ഇവിടെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലിഡ് വെച്ച് അടച്ചു വെക്കും. അതാണ് ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റം. എനിവേ, ഇതാണ് പഞ്ചാബിലെ കൃഷിസ്ഥലങ്ങൾ. ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കിടക്കുവാണ്. നമ്മൾ രാജസ്ഥാൻ്റെ ബോർഡർ കഴിഞ്ഞ് നേരെ പഞ്ചാബിലേക്ക് കയറിയപ്പോൾ ഇത്രയും ദൂരം മൊത്തം പച്ചപ്പാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്. റോഡിന് ഇരുവശവും മരങ്ങളിങ്ങനെ തിങ്ങി വളർന്നിരിക്കുന്നു. പാടങ്ങളിലൊക്കെ ഇങ്ങനെ കൃഷിസ്ഥലം. അതായത് പഞ്ചാബ് കൂടുതലും കൃഷിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇതെന്ത് വണ്ടിയാണ് ഇത്? നമുക്കറിയില്ലല്ലോ. ചരക്കൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടിയായിരിക്കില്ലേ? ഇന്ന് ഞാൻ എവിടെ സ്റ്റേ ചെയ്യണമെന്നൊന്നും എനിക്കൊരു കൃത്യമായിട്ട് ധാരണയില്ല. ഏത് സമയത്തെത്തും, എവിടെ എത്തും ഒരു പിടുത്തമില്ല. കാരണം ഇങ്ങോട്ട് നല്ല മഴയാണെന്ന് പറഞ്ഞു, പഞ്ചാബിലൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂം ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഒന്ന് പെൻഡിങ് വെച്ചു. അപ്പോൾ ഇത് പോകുന്ന എവിടുന്നെങ്കിലും ഒന്ന് റൂം ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ റൂം എടുക്കണം. എനിക്ക് 2 പിള്ളേരെ കിട്ടി ഇവിടുന്ന്. അമ്മമാരെനിക്ക് റൂം കാണിച്ചു തരാൻ വേണ്ടി പോവുക. ഇവിടെ നമ്മൾ ഇവിടുത്തുകാരല്ല, പഞ്ചാബീസ് അല്ല എന്ന് പറഞ്ഞാൽ ഉടനെ റേറ്റ് കൂട്ടും. നിന്ന നിപ്പിൽ 500 രൂപ 1000 രൂപ ഒക്കെ കൂട്ടും. ഏനാ അമ്മമാർ റോഡിന് വട്ടം കയറി. हाँ 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 आगे कर लो आगे രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര ഏകദേശം ഒരു 400 കിലോമീറ്റർ നമ്മൾ പിന്നിട്ട് പഞ്ചാബിൽ ഫസിൽക്ക എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നത്തെ യാത്ര ഏകദേശം നമുക്ക് കൂടുതലും ഹൈവേകളും അതുപോലെ തന്നെ റൂറൽ ഏരിയകൾ വളരെ കുറവായിരുന്നു. അതിനേക്കാൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ എലികളുടെ ക്ഷേത്രമാണ് അല്ലേ. ഏതാണ്ട് 25,000-ഓളം എലികളെ പൂജിക്കുന്ന ഒരു ക്ഷേത്രം. എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു കർണിമാത ടെമ്പിളിലേക്കുള്ളൊരു യാത്ര. എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ആ ക്ഷേത്രം. രാജസ്ഥാൻ അത്രയും മരുഭൂമിയുടെ ഒരു ഭൂപ്രകൃതിയാണ് അവിടുത്തെ അല്ലേ. അതായത് രാജസ്ഥാനിൽ നിന്ന് നേരെ പഞ്ചാബിലേക്ക് കയറിയപ്പോൾ തന്നെ അതായത് ലാൻഡ്സ്കേപ്പ് മൊത്തം മാറി, മൊത്തം പച്ചപ്പായി. കാരണം നമ്മൾ ആ രാജസ്ഥാൻ എന്നൊക്കെ പറയുന്നത് കൂടുതലും മരുഭൂമിയോട് അല്ലെങ്കിൽ മരുഭൂമിയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണല്ലോ. എന്നാൽ പഞ്ചാബിലോട്ട് വന്ന നേരെ ഓപ്പോസിറ്റാണ്, മൊത്തം പച്ചപ്പാണ്. അതൊരു വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നി. ഒരു വലിയൊരു വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് തന്നെ തോന്നി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു യാത്ര. എനിവേ, നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം. ബൈ.